എല്ലാ കൂട്ടുകാർക്കും അമ്പലക്കണ്ടി വിൻ പോയിന്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ജിൻഡോ ജോസഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക ഹീറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു അല്ലേ. ഹീറ്റിംഗ് എഫക്റ്റ് കറണ്ട് പോകുമ്പോൾ നമ്മുടെ ആ കമ്പി, ചെമ്പ് കമ്പിയായിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ കമ്പി ചൂടാകുന്ന ആ ഒരു എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇതിൻ്റെ, എങ്ങനെ നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കാം. ഹീറ്റിംഗ് എഫക്റ്റ് HC എങ്ങനെ നമുക്ക് കാൽക്കുലേഷനിലേക്ക്, ഈ ടോപ്പിക്ക് കാൽക്കുലേഷനിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ജൂൾസ് ലോ ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ജൂൾസ് ലോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം അല്ലേ. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് പോവുകയാണ്, സർക്യൂട്ടിലൂടെ കറണ്ട് പോകുന്നു. നിക്രോം വയർ, ചെമ്പ് കമ്പി, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ കറണ്ട് ഈ ചെമ്പ് കമ്പിയിൽ കൂടെ അല്ലെങ്കിൽ ഈ നിക്രോം വയറിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് പോവുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോ ചെയ്യുക. ഏത് ചാർജ്? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് നമ്മൾ കറണ്ട് എന്ന് പറയുക. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് ബേസ് ഇക്വേഷൻ ഉണ്ട്. കറണ്ട് I is equal to Q/T. കറണ്ട് I is equal to Q, ചാർജ് ബൈ ടൈം. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണെന്ത്? കറണ്ട് നമ്മുടെ ബേസ് ഇക്വേഷൻ ആണല്ലേ. ബേസ് ഇക്വേഷൻ I is equal to Q/T. I കറണ്ട് ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇനി ഞാൻ പറയുകയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനിഷൻ കാണാം 1 വോൾട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ. അപ്പോൾ നോക്കിക്കോളൂ, എനിക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് എൻ്റെ പോയിന്റ് X. ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒരു പോയിന്റ് ഞാൻ വെക്കുകയാണ്, പോയിന്റ് Y. ദിസ് ഇസ് പോയിന്റ് X ആൻഡ് ദിസ് ഇസ് പോയിന്റ് Y. നോക്കിക്കോളൂ, പോയിന്റ് Xൽ നിന്ന് ഞാൻ എൻ്റെ കയ്യിൽ 1 കൂളം ചാർജ് എടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ 1 കൂളം ചാർജ്, ഐ ആം സ്റ്റാൻഡിങ് അറ്റ് X ആൻഡ് ഐ ആം ടേക്കിംഗ് 1 കൂളം ഓഫ് ചാർജ് ഇൻ മൈ ഹാൻഡ്. 1 കൂളം ചാർജ് എൻ്റെ കയ്യിലെടുത്ത്. എന്താ എൻ്റെ കയ്യിലുള്ളത്? ചോക്ക് പീസ് അല്ല, 1 കൂളം ചാർജ്. അപ്പോൾ ഈ 1 കൂളം ചാർജ് Xൽ നിന്ന് ഞാൻ Yയിലേക്ക് കൊണ്ടുപോവുക. 1 കൂളം ചാർജ് Xൽ നിന്ന് ഞാൻ Yയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ സപ്പോസ് ടു ഡു സം വർക്ക്. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഈ 1 കൂളം ചാർജ് ഞാൻ ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനൊരു പ്രവൃത്തി ചെയ്യണം. അപ്പോൾ നോക്കൂ, ഞാനിവിടെ വേറൊരു പോയിന്റ് എടുക്കുകയാണ്, Z എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ ഇതേ 1 കൂളം ചാർജ് ഞാൻ Xൽ നിന്ന് Zലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യണം. അപ്പോൾ നോക്കൂ, ഈ 2 കേസിലും ഏത് കേസിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്? കൂടുതൽ വർക്ക് Xൽ നിന്ന് Zലേക്ക് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, X, Y, Z ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഞാനിങ്ങനെ 1 കൂളം ചാർജ് കൊണ്ടുപോയി നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് P എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ 1 കൂളം ചാർജ് X എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് P എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് ഞാൻ കൊണ്ടുപോയപ്പോൾ ഞാൻ എടുക്കുന്ന പ്രവൃത്തി 1 ജൂൾ ആണെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ്? ജൂൾ. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. അപ്പോൾ ദ വർക്ക് ഡൺ ടു ബ്രിങ് 1 കൂളം ചാർജ് ഫ്രം X ടു P ഈസ് 1 ജൂൾ ആണെങ്കിൽ എനിക്ക് പറയാൻ കഴിയും ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ X ആൻഡ് P ഈസ് 1 വോൾട്ട്. ഒരു ബിന്ദുവിൽ നിന്ന് 1 കൂളം ചാർജ് മറ്റൊരു ബിന്ദുവിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ഈ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 ക്വാണ്ടിറ്റി നമുക്ക് കാണാം അല്ലേ. ഞാൻ കൊണ്ടുപോകുന്നത് 1 കൂളം ചാർജ് ആണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂൾ വർക്കാണ്, 1 ജൂൾ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. 1 ഈസ് ചാർജ്, 1 ഈസ് വോൾട്ടേജ് ആൻഡ് 1 ഈസ് വർക്ക് ഡൺ. അപ്പോൾ ഹിയർ വി ആർ കണക്ടിങ് ഓൾ ദിസ് ക്വാണ്ടിറ്റി. 1 ഈസ് ചാർജ്, 1 ഈസ് വോൾട്ട് ആൻഡ് 1 ഈസ് വർക്ക് ഡൺ. അപ്പോൾ ഞാൻ 1 കൂളം ചാർജ് 1 വോൾട്ടിൽ കൊണ്ടുപോകാനുള്ള പ്രവൃത്തി 1 ജൂൾ. അപ്പോൾ ഞാൻ നോക്കിയോളൂ, ഞാൻ എഴുതുകയാണ് 1 കൂളം ചാർജ്, ദിസ് ഇസ് മൈ Q, 1 വോൾട്ടിൽ, ദിസ് ഇസ് മൈ വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് മൈ വർക്ക് ഡൺ. 1 കൂളം ചാർജ് 1 വോൾട്ടിൽ
കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എടുക്കേണ്ട പ്രവൃത്തി അത് 1 ജൂൾ ആണ്. ഇനി അതിപ്പോൾ 2 കൂളം ചാർജ് 2 വോൾട്ടിൽ ഞാൻ എടുക്കേണ്ട പ്രവൃത്തി 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ജൂൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതി പോകുമ്പോൾ 5 ആണെങ്കിൽ 5 കൂളം ചാർജ് എനിക്കിപ്പോൾ 3 വോൾട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി 5 × 3 ദാറ്റ് ഈസ് 15 ആയിരിക്കും. സോ വി ക്യാൻ ജനറലൈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നോക്കിക്കോളൂ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഓൾറെഡി ഞാൻ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് W is equal to QV. ഈ ഇക്വേഷൻ പറയുമ്പോൾ കുട്ടികളോട് ഞാൻ പറയും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം ഇത് എപ്പോഴും മറന്നു പോകുന്ന ഒരു ഇക്വേഷനാണ്. വർക്ക് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് W is equal to QV. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ ഇക്വേഷൻ പഠിക്കും കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ I is equal to Q/T. രണ്ടാമത്തെ ഇക്വേഷൻ W is equal to QV. W is equal to QV. Work done to bring a charge Q in a potential difference V, which is equal to what? W is equal to Q into V. W is equal to Q into V. അപ്പോൾ നോക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട്. ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. എന്താണ് 1 ജൂൾ എന്ന് പറഞ്ഞാൽ? 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 1 കൂളം ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ 2 ബിന്ദുക്കൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. റൈറ്റ്? സോ ദാറ്റ് ഈസ് അബൌട്ട് ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇവിടെ ഇപ്പോൾ ചാർജ്, ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ചാർജ് ഫ്ലോ ചെയ്യേണ്ട ആരാണ് ഈ പണിയെടുക്കുക? ഹൂ വിൽ ഡു ദ വർക്ക്? ബാറ്ററി വിൽ ഡു ദ വർക്ക്. വൈ? ബിക്കോസ് ബാറ്ററി ഹാവ് വാട്ട്? ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോവുകയാണ്. ചെറിയ ക്ലാസ്സിൽ നെക്സ്റ്റ് ബേസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ, ഇലക്ട്രിക് പവർ സപ്ലൈഡ് ബൈ ദിസ് ബാറ്ററി. ആരാ ഈ പവർ കൊടുക്കുക? ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്. ഈ ബാറ്ററിയാണ് ഈ ഇലക്ട്രോണെ കൊണ്ടുപോവുക. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. പവർ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് പവർ സപ്ലൈഡ് ബൈ ദ ബാറ്ററി. ബാറ്ററി കൊടുക്കുന്ന ഇലക്ട്രിക് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു നോക്കിക്കോളൂ, വർക്ക്. Now we are having equation for work. W is equal to QV. Dangerous equation ആണ്, dangerous. W is equal to QV divided by time. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പവർ ഇസ് ഈക്വൽ ടു QV ബൈ ടൈം. Q/T, ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം അല്ലേ? Q/T. എന്താ ഈ Q/T? ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. Q/T is equal to I. So power P is equal to I into V. Power P is equal to I into V. ഇവിടെ എഴുതുകയാണ്. Power P is equal to Q/T I. V is the potential. അപ്പോൾ നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഇക്വേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻസ് ഒന്നുകൂടെ പറയുകയാണ്. I is equal to base equation, I is equal to Q/T. Base equation I is equal to Q/T. Dangerous equation W is equal to QV. W is equal to QV. നെക്സ്റ്റ് പറയാണ് പവർ. ഈ പവർ ആരാ കൊടുക്കുക? ബാറ്ററി കൊടുക്കുന്ന പവർ ആണല്ലേ. ബാറ്ററി കൊടുക്കുന്ന പവർ P is equal to work by time ആണ്. ബേസ് ഇക്വേഷൻ, ലാസ്റ്റ് ഇയർ ഇക്വേഷൻ. പവർ P is equal to work by, പ്രവൃത്തി ബൈ സമയം. അപ്പോൾ നോക്കൂ, ഈ പ്രവൃത്തിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? W is equal to QV കൊടുക്കുകയാണ്. അപ്പോൾ ഈ W പകരമായിട്ട് ഞാൻ QV കൊടുക്കുകയാണ്. W equal to QV divided by time. സോ നോക്കൂ, Q/T. എന്താ Q/T? Q/T is equal to I. അപ്പോൾ ഈ Q/Tക്ക് പകരം ഞാൻ കൊടുക്കുകയാണ് എന്ത്? I. അപ്പോൾ ബാറ്ററി കൊടുക്കുന്ന പവർ എന്ന് പറയുന്നത് P is equal to IV-ക്ക് പകരം നമുക്ക് എഴുതാം VI. ഒരു രസമായിക്കോട്ടെ അല്ലേ? P is equal to ബാറ്ററി കൊടുക്കുന്ന വൈദ്യുത പവർ എന്ന് പറയുന്നത് P is equal to VI ആണ്. ഇലക്ട്രിക് പവർ സപ്ലൈഡ് ബൈ ദിസ് ബാറ്ററി P is equal to VI. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ എന്താ ടോപ്പിക്ക്? വാട്ട് ഈസ് അവർ ടോപ്പിക്? നമ്മൾ ടോപ്പിക്ക് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം. താപം എന്താണ്? താപം ഊർജ്ജമാണ്. നമുക്ക് കണ്ടുപിടിക്കണം ഊർജ്ജം. ഇതെന്താണ്? പവറാണല്ലേ. അപ്പോൾ ഈ പവറിനെ നമുക്ക് എന്താക്കണം? ഊർജ്ജാക്കണം. സോ എന്താണ്? പവറിനെ ഊർജ്ജാക്കാൻ എന്ത് ചെയ്താൽ മതി? പവറിനെ വർക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബൈ ടൈം. സോ വർക്ക് നോക്കിക്കോളൂ, ഈ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? വർക്ക് ഇസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പം ഞാനെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, രണ്ട് സൈഡിലും ഞാൻ ടൈം കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. I am multiplying both sides by time. So power into time equal to VIT. ഈ സൈഡിലും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ സൈഡിലും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആർക്കൊരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ടി. Now നോക്കൂ, പവർ ഇൻറ്റു ടൈം. വാട്ട് ഈസ് പവർ ഇൻറ്റു ടൈം? വർക്ക്. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി. ടി സമയം കൊണ്ട്
ബാറ്ററി ചെയ്ത പ്രവൃത്തി W=VIT. W=VIT. അപ്പോൾ ഈ ബാറ്ററി ചെയ്ത ഈ പ്രവൃത്തി നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? ഇൻ ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ദിസ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. വൈദ്യുതി ബാറ്ററി ചെയ്ത ഈ പ്രവൃത്തി നമ്മുടെ ചെമ്പ് കമ്പിയിൽ അല്ലെങ്കിൽ നിക്രോം വയറിൽ നമുക്ക് കിട്ടുക ഹീറ്റ് എനർജി ആയിട്ടാണ്. സോ ഐ ആം റൈറ്റിംഗ് ദിസ് എനർജി ഈസ് അവർ ഹീറ്റ് എനർജി. H=VIT. H=VIT. വൈദ്യുതി ബാറ്ററി ചെയ്ത പ്രവൃത്തി നമുക്ക് കിട്ടുക താപോർജ്ജമായിട്ടാണ്. H=VIT. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. H=VIT. H=VIT. നോക്കിയോളൂ. അപ്പോൾ എത്ര ഇക്വേഷൻ അല്ലേ? ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻ പറയും. 1 2 3 4 5. എഗെയിൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് വൺ ഓഫ് ദ ബേസിക് ഇക്വേഷൻ, ഓംസ് ലോ. ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരും പറയും ഓംസ് ലോ എന്താ വെച്ചാൽ, സാറേ ഓംസ് ലോ എന്ന് പറയുക V=IR ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം സമം വൈദ്യുതി I ഇൻ കറണ്ട് ഇൻറ്റു പ്രതിരോധം I/R. V=IR. ഓംസ് ലോ. അപ്പോൾ ഞാൻ ഈ വിക്ക് പകരം നോക്കിക്കോളൂ. വിക്ക് പകരം ഞാൻ കൊടുക്കണു IR. ഈ വിക്ക് പകരം ഞാൻ എന്താ കൊടുക്കുക? IR എന്ന് കൊടുക്കാൻ പോവാണ്. IR. വിക്ക് പകരം IR. ഓൾറെഡി I ഇവിടെ ഇനിയുണ്ട്, ഇവിടെ ഒരു ടൈം ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ H=I I². സോ റൈറ്റിംഗ് I²RT. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് നെക്സ്റ്റ് ഇക്വേഷൻ. H=I I²RT. H=I²RT. സോ I²RT. റൈറ്റ്. ആൻഡ് നോക്കിയുള്ള ഒരു ഇക്വേഷൻ കൂടെ പറയട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തത്? VIT ആയിരുന്നു എൻ്റെ ബേസ് ഇക്വേഷൻ അല്ലേ? നമ്മുടെ ബേസ് ഇക്വേഷൻ എന്തായിരുന്നു? VIT. ഈ ബേസ് ഇക്വേഷനിൽ വിക്ക് പകരം ഈ കിടക്കുന്ന ഈ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? IR കൊടുത്തു. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, അല്ല സാറേ നിങ്ങൾ ഈ ഐക്ക് പകരം എന്താ കൊടുക്കാതിരുന്നത്? കൊടുത്തു നോക്കുക. എന്താ? ഓംസ് ലോ പ്രകാരം I എന്താണ്? ഫ്രം ഹിയർ വി ക്യാൻ സേ ഓംസ് ലോ പ്രകാരം I=V/R. അപ്പോൾ അങ്ങനെ സങ്കടമുള്ള കുട്ടികൾക്ക് പ്രശ്നമില്ല. ഓക്കെ, സാർ എന്താ നിങ്ങൾ I മാറ്റാതിരുന്നു? നമുക്ക് സെക്കൻഡ് ടൈം നമുക്ക് എന്ത് മാറ്റാം? I മാറ്റാം. അപ്പോൾ ഞാൻ പറയാണ് H=V മാറ്റാൻ പാടുണ്ടോ? ഇല്ല, ഓൾറെഡി നമ്മൾ V മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിക്ക് പകരമില്ല, വിക്ക് പകരം V തന്നെ, മാറ്റരുത്. ഇപ്പം എന്താ മാറ്റാൻ പോണത്? I ആണ്. I=, according to Ohm's law, V/R into time. So H=V into V, V²T/R. H=V²T/R. This is our third equation. അപ്പോൾ only one equation നിങ്ങൾ പഠിക്കുക, H=VIT or H=I²RT. Any one equation, remaining all equations you can derive from that one. That is physics. ഒരു ഇക്വേഷൻ പഠിക്കുക, ബാക്കി എല്ലാ ഇക്വേഷൻ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കിക്കോളൂ എന്താ ഇക്വേഷൻ H=. അപ്പോൾ ചോദിക്കുകയാണ്, സാർ ഇതിനകത്ത് ഇപ്പോൾ ഏത് ഇക്വേഷൻ ഞങ്ങൾ പഠിക്കുക? എല്ലാ ഇക്വേഷനും പഠിച്ചോളൂ. H=. അപ്പോൾ ഏത് ഇക്വേഷനെ ആദ്യം പഠിക്കുക? ആദ്യം പഠിപ്പിച്ച ഇക്വേഷൻ നിങ്ങൾ ആദ്യം പഠിക്കരുത്. H=വിറ്റ് നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ പഠിക്കുക ഫസ്റ്റ് ഇക്വേഷൻ H=I²RT. H=I²RT ഇക്വേഷൻ ആദ്യം പഠിക്കുക. എന്തുകൊണ്ട്? കാരണം ഇതാണ് നമ്മുടെ ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ. അപ്പോൾ ഇനി ജൂൾ നിയമം പറയാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ഇക്വേഷൻ നോക്കിക്കോളൂ. ഐ എം ഗോയിങ് ടു റബ് ദിസ് ബോർഡ്. I=Q/T, W=QV, P=work/time. യോ സാർ എന്താ സാർ? നത്തിങ്, ഓൺലി സ്റ്റാർട്ട് ദിസ്. ഇതെല്ലാം കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിലെ ഇക്വേഷനാണ്. ഈ വർഷത്തെ ഇക്വേഷനാണ് W=QV, പവർ P=VI. ദെൻ 1 2 3 1 2 3 നെക്സ്റ്റ് 3 ഇക്വേഷൻ. H=I²RT, H=VIT, H=V²T/R. അതൊരു ഓർഡറിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. H=I²RT, H=VIT, H=V²T/R. ഈ 3 ഇക്വേഷൻസ്. റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ പോവുകയാണ് ജൂൾ നിയമം അല്ലെങ്കിൽ ജൂൾസ് ലോ. അപ്പോൾ ജൂൾ നിയമം ഇതാ പറയുക, നമുക്ക് കറണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എങ്ങനെ കണ്ടുപിടിക്കാം? ആര് തരുന്നു ആ ഇക്വേഷൻ? ജൂൾസ് ലോ. അപ്പോൾ ജൂൾ പറയാണ്
വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രത വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും, വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അല്ലല്ല, നമ്മുടെ ഒരു ഇക്വേഷൻ, ഏതാ ഇക്വേഷൻ? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എച്ച് സി ഈക്വൽ ടു. അപ്പോൾ നോക്കൂ, ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഞാൻ ഈക്വൽ ടു ആക്കി എഴുതുകയാണ്. ഒരു കോൺസ്റ്റന്റ് എനിക്കിവിടെ വേണം. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് കോൺസ്റ്റന്റ് ആസ് 1. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ജൂൾ നിയമം അനുസരിച്ചുള്ള ഇക്വേഷൻ, എച്ച് സി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് എച്ചിന് 3 ഇക്വേഷൻ ഉണ്ട്. അവർ ഫസ്റ്റ് ഇക്വേഷൻ വാസ് എച്ച് സി ഈക്വൽ ടു വി ഐ ടി. സെക്കൻഡ് ഇക്വേഷൻ എച്ച് സി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. തേർഡ് ഇക്വേഷൻ എച്ച് സി ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഇപ്പോൾ എക്സാമിനോട് ചോദിക്കുകയാണ് എന്താണ് ജൂൾ നിയമം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കും. എച്ച് സി ഈക്വൽ ടു ജൂൾ നിയമം, എച്ച് സി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി സാർ. ദെൻ അതൊന്ന് വേർഡിൽ പറഞ്ഞു നോക്കൂ. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതൊന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the product of what? Square of the current, resistance of the conductor and time of flow of electric current. Heat generated in a current carrying conductor is directly proportional to square of the current, directly proportional to the product of, അതൊന്ന് ആദ്യം പറഞ്ഞോളൂ, product of square of the current, resistance of the conducting wire and time of flow of electric current. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂൾ നിയമം. ഇനി നിങ്ങൾ ഇതിനകത്ത് ഏത് ഇക്വേഷൻ വെച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനോട് നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് ഇക്വേഷൻ നിങ്ങൾക്ക് വേണം, ഒരു സപ്പോർട്ടിംഗ് ഇക്വേഷൻ. ആ സപ്പോർട്ടിംഗ് ഇക്വേഷനാണ് ഓം നിയമം. അപ്പോൾ ഓം നിയമം ഓർക്കുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് എ സപ്പോർട്ടിംഗ് ഇക്വേഷൻ ഫോർ ദിസ് ടോപ്പിക്. ഓം നിയമം നമുക്കറിയാം, നമ്മളിങ്ങനെ വരക്കും, isn't it? So V is equal to IR, isn't it? V is equal to IR, I is equal to V by R, R is equal to V by I. നോക്കൂ, I is equal, ഇപ്പോൾ I ആ വേണ്ടതെങ്കിൽ I മാത്രം പൊത്തിപ്പിടിക്കുക, I is equal to V by R. നിങ്ങൾക്കിപ്പോൾ R വേണമെന്നുണ്ടെങ്കിൽ R is equal to V by I. ഇനിയിപ്പോൾ V വേണമെന്നുണ്ടെങ്കിൽ IR ഡയറക്റ്റ്, റൈറ്റ്? ദിസ് ഇസ് സപ്പോർട്ടിംഗ് ഇക്വേഷൻ, ഓംസ് ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, അല്ല സാറേ, അപ്പോൾ ഞാൻ പറയാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്കൊരു വയറുണ്ട്, ആ വയറിൽ കൂടെ കറണ്ട് പോവാട്ടാ, ഒരു വയറുണ്ട്, ആ വയറിൽ കൂടെ എന്താ പോവുക, കറണ്ട് പോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ പവർ ബാറ്ററി വെച്ചിട്ട് കറണ്ട് കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇഫ് ഐ എം ഇൻക്രീസിങ് ദ കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും, നോ ഡൗട്ട്. കൂടുതൽ കറണ്ട് പോയാൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ചാലകത്തിൻ്റെ പ്രതിരോധം കൂട്ടി, റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യും, മോർ ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. ഞാൻ എന്ത് ചെയ്തു, കറണ്ട് കുറേ സമയം സെൻഡ് ചെയ്യാണ്. ഇഫ് ഐ എം ഇൻക്രീസിങ് ദ ടൈം, what will happen? This heat will be more. So all these 3 factors are directly proportional. H is equal to I square RT യിൽ 3ഉം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? റെസിസ്റ്റൻസ്. അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ചാലകത്തിന്, കൂടുതൽ പ്രതിരോധമുള്ള ചാലകം കൂടുതൽ താപം പുറത്തുവിടും. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിൽ നമ്മൾ നിക്രോം വയർ യൂസ് ചെയ്യുന്നത്. നിക്രോമിന് ഹൈ റെസിസ്റ്റൻസ് ആണ് ആസ് കമ്പയർഡ് ടു കോപ്പർ. ചെമ്പ് കമ്പീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിക്രോമിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, വളരെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് വിൽ ബി മോർ, പുറത്തുവിടുന്ന താപം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ 3 ഇക്വേഷൻ കണ്ടപ്പോൾ ഒരു കുട്ടീനോട് ചോദിച്ചു, സാറേ ഇത് നോക്കൂ, ഈ ഇക്വേഷൻ H is equal to I square RT യിൽ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R. ഇവിടെ താപം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, പ്രതിരോധമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണ് H is equal to V square T by R. In this equation H is equal to V square T by R. Here heat generated is what? Inversely proportional to R. അതായത് പ്രതിരോധം കൂടുതലുള്ള നിക്രോം വയർ കുറച്ച് ഹീറ്റ് മാത്രമേ പുറത്തുവിടുള്ളൂ.
അപ്പോൾ നോക്കൂ, ഇവിടെ പ്രതിരോധം കൂടുതലുള്ളത് കൂടുതൽ ഹീറ്റ്, പ്രതിരോധം കൂടുതലുള്ളത് കുറവ് ഹീറ്റ്. വിച്ച് ഇക്വേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് കണ്ടീഷൻ? അപ്പോൾ ഏത് ഇക്വേഷൻ ഏത് കണ്ടീഷനിൽ ഉപയോഗിക്കണം എന്ന് ആലോചിക്കുമ്പോൾ നോക്കുക. ദിസ് ഇക്വേഷൻ H is equal to V square T by R we will use if voltage is constant. If voltage is constant. നിങ്ങൾ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ അല്ലേ, സീരീസ് കണക്ഷൻ, ശ്രേണി രീതിയൊക്കെ, പാരലൽ കണക്ഷൻ, സമാന്തര രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാരലൽ കണക്ഷനിൽ എന്താണ് നമ്മൾ പറയുക? വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇഫ് വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻ്റ് വി വിൽ യൂസ് ദിസ് ഇക്വേഷൻ V square T by R. നെക്സ്റ്റ് ഈ H is equal to I square RT we will use this equation we will use if what the connection is in series. That means I is constant. I constant ആവുമ്പോൾ current constant ആവുമ്പോൾ, if constant current passes through both the equipment, both the appliances, in that case we will use H is equal to I square RT. If voltage is same we will use H is equal to V square T by R. അതാണ് ജൂൾ നിയമം ആൻഡ് ജൂൾസ് ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ, H is equal to I square RT, H is equal to VIT. ഇത് എപ്പോഴും മറന്നു പോകും. ഈ 2 ഇക്വേഷൻ പെട്ടെന്ന് ചാടി പറയും, I square RT VIT. ഈ ഇക്വേഷൻ മറന്നു പോകും. H is equal to V square T by R. ചില പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻ വേണ്ടി വരും. അപ്പോൾ സപ്പോർട്ടിംഗ് ഇക്വേഷൻ എന്താണ്? ഓംസ് ലോ, V is equal to IR. നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് 2 പ്രോബ്ലം ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്താണ് നമ്മൾ ആ 2 പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ജൂൾ നിയമത്തിലെ ഒന്നാമത്തെ ചോദ്യം. 0.2 ആംപിയർ കറണ്ട് 0.2. സോ ഈ ചോദ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ, ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണോ തന്നിരിക്കുന്നത് അത് ആദ്യം അങ്ങോട്ട് എഴുതി വെച്ചോളൂ. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി വൺ ഇക്വേഷൻ വിൽ കം ഇൻ യുവർ മൈൻഡ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എഴുതി വെക്കുക, ഡെഫിനറ്റ്ലി ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചോദ്യം ഇതാണ് 0.2 ആംപിയർ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി അങ്ങ് എഴുതി വെക്കും, ഈക്വൽ ടു 0.2 ആംപിയർ. എന്നിട്ട് നോക്കും ആംപിയർ എന്താണ്? കറണ്ട്. അപ്പോൾ കറണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ I is equal to 0.2 ആംപിയർ. 0.2 ആംപിയർ 200 ഓം പ്രതിരോധമുള്ള, അപ്പോൾ എന്താ ചെയ്യുക? ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ എഴുതി വെക്കും 200 ഓം. ഇതെന്താ സാധനം? ഓം. ദാറ്റ് ഈസ് അവർ റെസിസ്റ്റൻസ്. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുമ്പോൾ 5 മിനിറ്റ് പ്രവഹിക്കുമ്പോൾ ടൈം ഈസ് ഗിവൺ 5 മിനിറ്റ്. സോ അതെന്താ 5 മിനിറ്റ്? അത് സമയമാണ്, ടി. സോ ഓൾവേസ് ആംപിയർ, ഓം, ഇതെല്ലാം എന്താണ്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ബട്ട് സമയത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് സെക്കൻഡ്. യൂണിറ്റ് കൺവേർട്ട് ദിസ് 1 into second. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 into 60 which is equal to 300 second. So time T is equal to, always when you're doing problem, convert that 1 into second, that will be better. So I തന്നിരിക്കുന്നു, R തന്നിരിക്കുന്നു, T തന്നിരിക്കുന്നു. 0.2 ആംപിയർ 200 ഓം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇഫ് 0.2 ആംപിയർ പാസസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് 200 ഓം ഫോർ 5 മിനിറ്റ്. എന്താ കാണേണ്ടത്? ഹീറ്റ് ജനറേറ്റഡ്. അപ്പോൾ നോക്കുക, നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. H is equal to, ഫസ്റ്റ് which equation? I square RT. This is Joule's law derivation, definition. Then H is equal to VIT. Again H is equal to V square T by R. H is equal to V square T by R. അപ്പോൾ നോക്കുക, തന്നിരിക്കുന്ന ഇക്വേഷൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ്, നിങ്ങൾക്കുള്ള ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്കിവിടെ I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്തില്ല? V തന്നിട്ടില്ല. ഇഫ് V is not given, ഈ 2 ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ 2 ഇക്വേഷനിൽ V ഉണ്ട്. നോക്കൂ, ഫസ്റ്റ് ഇക്വേഷൻ I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ H is equal to I square RT. I square, what is I square? 0.2 square. So 0.2 into 0.2, right? സ്ക്വയർ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം എഴുതിക്കോളൂ, കാൽക്കുലേഷൻ ഈസി ആവും. 0.2 into 0.2. റെസിസ്റ്റൻസ് ഈസ് 200. ടൈം ഈസ് വാട്ട്? 300, വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 2 0 വെട്ടുകയാണ്. 2 0 വെട്ടുമ്പോൾ ഇതെന്തായി? 2. ഇതെന്തായി? 2. 2 into 2 4. 4 into 2 8 അല്ലേ? മൾട്ടിപ്ലൈ ബൈ 2 0 വെട്ടി, ആ 2 0 കൊണ്ടുകൂടി എടുത്തപ്പോൾ 2 into 2 4 ആയി. സോ 4 into 2 8. 8 into 3 8 into 300 which is equal to 8 into 3 2400 joule, 2400 joule. So this is the equation answer for this question, 2400 joule. ഇനി നമുക്കറിയാം,
ഹീറ്റ് എനർജി അവർ ചോദിക്കുകയാണ്, ഇതിനെ നിങ്ങൾ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യൂ. കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നും നോക്കണ്ട. 4.2 ജൂൾ ആണ് 1 കലോറി. 4.2 ജൂൾ ഈക്വൽ ടു 1 കലോറി. 1 calorie 4.2 joule. To convert joule to calorie, just divide by this number 4.2. അപ്പോൾ ഞാൻ ചെയ്യാണ്, എച്ച് സി ഈക്വൽ ടു ജൂളിൽ എന്തിലേക്ക് മാറ്റണം, കലോറിയിലേക്ക് മാറ്റണം. എച്ച് സി ഈക്വൽ ടു 2400. എന്താ ഞാൻ പറഞ്ഞത്, ജൂളിൽ ഉള്ളത് കലോറിയിൽ കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ ദ നമ്പർ 4.2 കലോറി. 2400 by 4.2 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 571.4 കലോറി. അപ്പോൾ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. എച്ച് സി ഈക്വൽ ടു 500. കലോറിയിലും ആൻസർ കിട്ടി, ജൂളിലും ആൻസർ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എഴുതുക, ഇക്വേഷൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഇക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട്, ഗെറ്റ് യുവർ ഫൈനൽ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 920 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ 3 മിനിറ്റ് നേരം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ 230 വോൾട്ട്, വോൾട്ടേജ് ഓൾസോ ഗിവൺ 230 വോൾട്ട്, 230 വോൾട്ട് വൈദ്യുതി 3 മിനിറ്റ് നേരം പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് 230 വോൾട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ 920 ഓം ഫോർ എ ടൈം ബീയിങ് 3 മിനിറ്റ്. സോ എന്താ ഞാൻ പറയുക, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഈക്വൽ ടു വെച്ച് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്, 920, പ്രതിരോധം 920 ഓം ആണെങ്കിൽ അത് പ്രതിരോധമാണ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആർ, റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വോൾട്ടേജ് 230 വോൾട്ടിലാണ് ഇത് പ്രവർത്തിക്കുക. സോ വോൾട്ടേജ് ഈസ് വോൾട്ട്. ആൻഡ് നെക്സ്റ്റ് 3 മിനിറ്റ് ആണ് തന്നിരിക്കുക, 3 × 60 സെക്കൻഡ്, ദാറ്റ് ഈസ് സെക്കൻഡ് ഈസ് ടൈം. സോ ടി ഈസ് ഈക്വൽ ടു 180 സെക്കൻഡ്. അപ്പോൾ നോക്കൂ, ഇനി നമുക്ക് ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, ഒന്ന് ഓർത്ത് നോക്കൂ. എച്ച് ഇസ് ഈക്വൽ ടു I² RT. നോക്കിയോ, I² RT, ഐ തന്നിട്ടില്ല. നെക്സ്റ്റ് എച്ച് ഇസ് ഈക്വൽ ടു VIT, അഗെയിൻ ഐ ഇല്ല. അഗെയിൻ നെക്സ്റ്റ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, എച്ച് ഇസ് ഈക്വൽ ടു V²T/R. എന്തുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ സെലക്ട് ചെയ്യുക? ഈ ഇക്വേഷനിൽ V ഉണ്ട്, T ഉണ്ട്, R ഉണ്ട്. V ഉണ്ട്, T ഉണ്ട്, R ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ V², 230². എന്താ ഞാൻ പറയുക, 230² ആണെങ്കിൽ 2 വട്ടം 230 എഴുതിക്കോളൂ, ഇൻറ്റു 180 ഓൾ ഡിവൈഡഡ് ബൈ ടൈം 180 ഓൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 920. 0 കട്ട്. See 92 and 23. 22 into 2 46. 46 into 2 92. That means this is 4 times. Here 1 0, here 4 times. Again this 4 and 14 you cancel. Sorry, 18 you cancel. It is 2 times. It is 9 times. 2 and 10 cancel, 5. 9 into 5 45. So 230 into 45. 230 into 45. So the final answer you will get as 10,350 joule. Always don't forget to keep the unit. യൂണിറ്റ് മറക്കരുത് കേട്ടോ. യൂണിറ്റ് എന്താണ്, താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. 10,350 ജൂൾസ്. ഇതിപ്പോൾ കലോറി ആക്കണമെങ്കിൽ എന്താ ചെയ്യാം? ടു കൺവേർട്ട് ഇൻ ടു കലോറി, എച്ച് ഇസ് ഈക്വൽ ടു 10,350 ഡിവൈഡഡ് ബൈ കലോറി നമ്പർ 4.2 കലോറി. ഫൈനൽ ആൻസർ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചോളുക. സോ ദാറ്റ് ഈസ് അബൌട്ട് യുവർ ദാറ്റ് പ്രോബ്ലം. എന്താ യെസ്, സെലക്ട് അപ്രോപ്രിയേറ്റ് ഇക്വേഷൻ. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യാൻ അറിയാം, ചില നല്ല ചിന്തിക്കുന്ന കുട്ടികൾ പറയും, സാറേ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എപ്പോഴും എച്ച് ഇസ് ഈക്വൽ ടു I² RT യൂസ് ചെയ്യുള്ളൂ. എച്ച് ഇസ് ഈക്വൽ ടു I² RT, വേറൊരു ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യില്ല. നോ പ്രോബ്ലം. വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഐ. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയായി കണ്ടുപിടിക്കുക? I is equal to Ohm's law, I is equal to V/R. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഐ കിട്ടും. ദാറ്റ് ഐ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ, സെയിം ആൻസർ യു വിൽ ഗെറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓംസ് ലോ പ്രകാരം ഐ കണ്ടുപിടിക്കുക. I is equal to V/R ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്, ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ, കണ്ടുപിടിച്ചോളൂ. എനി വൺ ഇക്വേഷൻ, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടോപ്പിക്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചോളൂ, യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് പ്രോബ്ലം. ജൂൾസ് ലോയുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ടാബുലർ കോളം കാണാം. ഹീറ്റർ എ, 2 ഹീറ്റർ ഉണ്ട്, ഹീറ്റർ എ ആൻഡ് ബി.
ബോത്ത് ആർ ഓപ്പറേറ്റഡ് അറ്റ് 230 വോൾട്ട്. രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് 230 വോൾട്ടിലാണ് 5 മിനിറ്റ് നേരം. ബട്ട് എന്താ വ്യത്യാസം? ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, ഹീറ്റർ ബിക്ക് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഞാൻ ഹീറ്റ് ജനറേറ്റഡ് ബൈ ഹീറ്റർ എ എച്ച് ഇസ് ഈക്വൽ ടു ഏതാണ്? വോൾട്ടേജ് റെസിസ്റ്റൻസ് ടൈം, വോൾട്ടേജ് റെസിസ്റ്റൻസ് ടൈം V²T/R വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹീറ്റ് എച്ച് ഇസ് ഈക്വൽ ടു 13,800 ജൂൾ. അതുപോലെ ഇവിടെ ഹീറ്റർ ബിയിൽ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. എനിക്ക് കിട്ടുന്നു 34,500, 34,500 ജൂൾ കിട്ടുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ റെസിസ്റ്റൻസ് കുറവായിരുന്നു, റെസിസ്റ്റൻസ് കൂടുതലായിരുന്നു. റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റർ കൂടുതൽ താപം പുറത്തുവിട്ടു. നോർമലി നമ്മൾ എന്താ പറയുക, നിക്രോം വയറിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, സോ ദാറ്റ് ഇറ്റ് വിൽ ജനറേറ്റ് മോർ ഹീറ്റ്. ഈ കേസിൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കുറഞ്ഞ വയറ് കൂടുതൽ താപം പുറത്തുവിട്ടു. കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നു V²T/R. എപ്പോഴും ഉപയോഗിക്കുക? വെൻ വോൾട്ടേജ് ഈസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ വോൾട്ടേജ് തുല്യമാകുമ്പോഴാണ് V²T/R എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? സെയിം വോൾട്ടേജിൽ രണ്ട് ഉപകരണങ്ങൾ നിങ്ങൾ പ്രവർത്തിപ്പിക്കുകയാണ്. ഒന്ന് 1150 ഓം, ഒന്ന് 460 ഓം. സോ വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ ഇവിടെ പ്രതിരോധം വളരെ കൂടുതലാണ്, ഇവിടെ പ്രതിരോധം വളരെ കുറവാണ്. പ്രതിരോധം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ സംഭവിക്കും അല്ലേ? കറണ്ട് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും ഹീറ്റർ ബിയിൽ കൂടെ. ഇവിടെ എന്താ സംഭവിക്കുക? പ്രതിരോധം കൂടുമ്പോൾ കറണ്ട് അത്ര സ്പീഡിൽ പോവില്ല, കറണ്ടിന് പ്രതിരോധം കൂടുതലാണ്. അപ്പോൾ ഈ കേസിൽ കറണ്ട് കുറവാണ്, ഈ കേസിൽ എന്താണ്? കറണ്ട് കൂടുതലാണ്. സോ നമ്മുടെ ബേസ് ഇക്വേഷൻ ജൂൾ നിയമം എന്താ പറയുക? ജൂൾ നിയമം H is equal to I²RT. ജൂൾ നിയമം I²RT ആണ്. അപ്പോൾ നോക്കൂ, കറണ്ട് എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. അപ്പോൾ കറണ്ടിലുള്ള ചെറിയ വ്യത്യാസം പോലും ഹീറ്റ് ജനറേഷനെ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദ റീസൺ ഹിയർ ഇൻ ദിസ് കേസ് current passes through heater B is more because it has less resistance. Here current is less because of high resistance. ആ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് കൂടിയിട്ടും എന്താണ്? റെസിസ്റ്റൻസ് കൂടിയാലും താപം പുറത്തുവിടുന്ന ഹീറ്റർ എ കുറച്ച് താപം മാത്രം പുറത്തുവിടുന്നു. റെഡി? ദാറ്റ് ഈസ് അബൌട്ട്. അപ്പോൾ എന്താ ഓർക്കേണ്ടത്? H is equal to V²T/R when voltage is constant. H is equal to I²RT when current is constant. ഈ രണ്ട് ഇക്വേഷൻ വെക്കുക. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായാലും H is equal to I²RT, H is equal to VIT, H is equal to V²T/R, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. കൂടെ സപ്പോർട്ടിംഗ് ഇക്വേഷൻ ഓംസ് ലോ V is equal to IR. So that is all about Joule's law, ജൂൾ നിയമം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പിലേക്ക് വന്ന് സംശയങ്ങൾ ചോദിക്കാം. സോ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. See you next class. Bye bye.